സുരേഷ് ഗോപിക്ക് പുറമെ ബി.ജെ.പി. നേതാവ് ജോർജ് കുര്യനും കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനം. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായി പ്രവർത്തിച്ചിരുന്ന ജോർജ് കുര്യനെ മന്ത്രിയാക്കുന്നത്. ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി സമ്മതത്തോടെയാണ് കുര്യനെ മന്ത്രിയാക്കുന്നത്. ദീർഘകാലമായി ബി.ജെ.പിക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന നേതാവാണ് കുര്യൻ. നിലവിൽ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ക്രൈസ്തവ സമുദായത്തിന് പങ്കുണ്ടെന്ന് വ്യക്തമായ പശ്ചാത്തലത്തിലാണ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കാൻ തീരുമാനിച്ചത്. നേരത്തെ തന്നെ കേരളത്തിൽ നിന്ന് മറ്റൊരു കേന്ദ്രമന്ത്രി കൂടി ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. വിജയിക്കാനായില്ലെങ്കിലും അനിൽ ആന്റണിക്ക് മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു എന്നാണ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ ജൂനിയറായ അനിൽ ആന്റണിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കാൻ മാത്രം കാര്യങ്ങൾ അനുകൂലമായില്ല. ബി.ജെ.പിയിലെ ദേശീയ നേതൃത്വവുമായും അടുത്ത ബന്ധം പരിഗണിച്ചാണ് കുര്യന് മന്ത്രിസ്ഥാനം നൽകിയിരിക്കുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. നിയുക്ത മന്ത്രിമാർക്കായി പ്രധാനമന്ത്രി ഒരുക്കിയ ചായ സൽക്കാരത്തിൽ ജോർജ് കുര്യൻ പങ്കെടുത്തു. അദ്ദേഹത്തിന് സഹമന്ത്രിസ്ഥാനം ലഭിച്ചേക്കുമെന്നാണ് സൂചനകൾ. കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ബി.ജെ.പിയിലേക്ക് എത്തിക്കാൻ നിർണായക പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് ജോർജ് കുര്യൻ. ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന്റെ വിശ്വസ്തൻ കൂടിയാണ് കുര്യൻ. നേരത്തെ ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷ പദവി അലങ്കരിച്ചിരുന്നു. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിരുന്നു. യുവമോർച്ച മുതൽ ബി.ജെ.പിയിൽ പ്രവർത്തിച്ച് വരികയായിരുന്ന അദ്ദേഹം ചാനൽ ചർച്ചകളിലൂടെയും മലയാളികൾക്ക് സുപരിചിതനാണ്. അതേസമയം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായേക്കാമെന്ന കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തിന് ഏത് വകുപ്പ് എന്ന കാര്യത്തിലാണ് അനിശ്ചിതത്വം ഉള്ളത്. കുടുംബസമേതം സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനിടെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ ചന്ദ്രബാബു നായിഡുവിന്റെ TDPക്കും നിതീഷ് കുമാറിന്റെ JDUവിനും 2 വീതം മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് സൂചന. ഒരു ക്യാബിനറ്റ് ബർത്തും ഒരു സഹമന്ത്രിസ്ഥാനവുമായിരിക്കും നൽകിയേക്കുക. സ്ഥാനമൊഴിയുന്ന ആഭ്യന്തരമന്ത്രി അമിത് ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, റോഡ്സ് ആൻഡ് ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി എന്നിവർ തങ്ങളുടെ വകുപ്പുകൾ നിലനിർത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. രാജ്യസഭാ MP-മാരായ നിർമ്മല സീതാരാമനും ഡോക്ടർ S. ജയശങ്കറും തുടർന്നേക്കും. കേരളത്തിൽ നിന്നുള്ള ഏക ബി.ജെ.പി. MP-യായ സുരേഷ് ഗോപിയെയും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കും. ശനിയാഴ്ച പ്രധാനമന്ത്രിയുടെ വസതിയിൽ 11 മണിക്കൂർ നീണ്ട മാരത്തൺ യോഗത്തിന് ശേഷമാണ് പുതിയ മന്ത്രിസഭയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. അമിത് ഷാ, ബി.ജെ.പി. അധ്യക്ഷൻ JP നദ്ദ, പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.